ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾസ് എന്ന ഭാഗത്തെ പറ്റിയാണ് പഠിച്ചത്. ഇന്ന് ആ ഭാഗത്തെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോബ്ലം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഷോൺ ബിലോ? താഴെ ഒരു സർക്കിളും ആ സർക്കിളിൻ്റെ ഉള്ള ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ 4 മൂലകളും സർക്കിളിലാണ്. ആ സർക്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡാണ് നമുക്ക് തന്നിട്ടുള്ളത്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ സർക്കിളിൻ്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് അറിയണം. അപ്പോൾ ഞാൻ സർക്കിള് താഴെ ഒന്നും കൂടെ വരച്ചിട്ടുണ്ട്. സർക്കിളിൻ്റെ ഉള്ള റെക്റ്റാങ്കിളും വരച്ചിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിന് ഞാൻ പേര് കൊടുത്തു ABCD. AB 3 സെൻറ്റിമീറ്റർ, AD 4 സെൻറ്റിമീറ്റർ. ഇനി സർക്കിളിൻ്റെ ഡയാമീറ്റർ കണ്ടുപിടിച്ചാലേ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ BD ജോയിൻ ചെയ്തു. അതാണ് ജോയിൻ BD. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ 4 മൂലയും സർക്കിളിലാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും സർക്കിളിൻ്റെ ഡയാമീറ്ററും ഒന്നായിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ തന്നെ ആയിരിക്കും സർക്കിളിൻ്റെ ഡയാമീറ്ററും. അപ്പോൾ BD എന്തായാലും നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ വരയ്ക്കുമ്പോൾ ഡയഗണൽ BDയും AC ആണ്. ACയും BDയും സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ തന്നെയാണ് സർക്കിളിൻ്റെ ഡയമീറ്ററും. എപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ 4 കോർണേഴ്സും സർക്കിളിൽ തന്നെ ആയിട്ടിരിക്കുമ്പോൾ. അപ്പോൾ BD എന്താണ്? ഡയാമീറ്റർ ആണ്. ദെർഫോർ ആംഗിൾ BAD ഈക്വൽ ടു 90 ഡിഗ്രി. BD ഡയാമീറ്റർ ആണെങ്കിൽ ആംഗിൾ BAD 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ 2 അറ്റം സർക്കിളിലെ ഒരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ബൈ പൈതഗോറസ് തിയറം AB² പ്ലസ് AD² ഈക്വൽ ടു BD². AB 3 സെൻറ്റിമീറ്റർ ആണ്, AD 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ABക്കും ADക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് BD² ഈക്വൽ ടു 3² പ്ലസ് 4² എന്ന് കിട്ടും. 3² 9 ആണ്, 4² 16 ആണ്. അപ്പോൾ BD² ഈക്വൽ ടു 25 എന്ന് കിട്ടും. BD² 25 ആണെങ്കിൽ BD 5 ആണ്. കാരണം 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. അല്ല, ഡയാമീറ്റർ 5 ആണെങ്കിൽ റേഡിയസ് ഡയാമീറ്റർ ബൈ 2 ആണ്. അപ്പോൾ ഡയാമീറ്റർ 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു 5/2, 5/2 2.5 ആണ്. ഏരിയ ഓഫ് സർക്കിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു πr² ആണ്. പൈ ഇൻറ്റു ആർ എത്രയാണ്? 2.5 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 2.5² എന്ന് വരും. 2.5² എന്ന് പറഞ്ഞാൽ 6.25 ആണ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു 6.25 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ AB ഈസ് ദ ഡയമീറ്റർ. നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൽ AB കാണാം. AB ആണ് ഡയമീറ്റർ. എങ്കിൽ ABC ഈക്വൽ ടു 60 ഡിഗ്രി. ABC എന്താണ്? 60 ഡിഗ്രിയാണ്. ഇൻ ദ ഫിഗർ AB ഈസ് ദ ഡയമീറ്റർ. ആംഗിൾ ABC ഈക്വൽ ടു 60 ഡിഗ്രി. ദെൻ ഫൈൻഡ് ആംഗിൾ BAC. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ കാണാം. ഒരു സർക്കിള് AB ലൈൻ കാണാം. AB ആണ് ആ സർക്കിളിൻ്റെ ഡയാമീറ്റർ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ BAC കണ്ടുപിടിക്കാനാണ്. ആംഗിൾ BAC ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ AB ആണ് ഡയാമീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻസർ AB ഈസ് ഡയാമീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ABC ഈക്വൽ ടു 60 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആംഗിൾ ACB ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ്? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതുകൊണ്ട് ആംഗിൾ ACB 90 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ഡിഗ്രി ആവണ്ടേ? അതായത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ ACB പ്ലസ് ആംഗിൾ BAC ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ഇൻറ്റേർണൽ ആംഗിളുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അതുകൊണ്ടാണ്. ഇനി ആംഗിൾ ABC 60 ഡിഗ്രിയാണ്, ആംഗിൾ ACB 90 ഡിഗ്രിയാണ്, ആംഗിൾ BAC അറിയില്ല, അതിനതുപോലെ തന്നെ ഇട്ടു. ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് വരും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ആംഗിൾ BAC ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി എന്ന് വരും. ആംഗിൾ BAC ഈക്വൽ ടു 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് വി ഡ്രോ എ സർക്കിൾ
with the bottom side of the triangles in the picture as diameter. ഓക്കെ, നമുക്ക് 3 ട്രയാങ്കിൾ കാണാം. ട്രയാങ്കിൾ എ ഇ സി, ട്രയാങ്കിൾ എ ഡി സി, ട്രയാങ്കിൾ എ ബി സി. ഈ ഫിഗറിൽ 3 ട്രയാങ്കിൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ 3 ട്രയാങ്കിളിൻ്റെയും ബേസ് എ സി ആണ്. എ സി ഡയാമീറ്ററായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കിൾ വരയ്ക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് വെദർ ദ ടോപ്പ് കോർണേഴ്സ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, ഓൺ ദ സർക്കിൾ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പോൾ എ സി ഡയാമീറ്ററായിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ എ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ടോപ്പ് കോർണർ ഇ ആണ്. എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ടോപ്പ് കോർണർ ഡി ആണ്. എ സി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ടോപ്പ് കോർണർ ബി ആണ്. അപ്പോൾ എ സി എന്ന് പറഞ്ഞ സൈഡ് നമ്മൾ ഡയാമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ ഇ ഡി ബി എന്ന് പറയുന്ന പോയിൻറ്റുകൾ ആ സർക്കിളിനുള്ളിലായിരിക്കുമോ പുറത്തായിരിക്കുമോ, അതോ ഇനി സർക്കിളമേ ആയിരിക്കുമോ, അതാണ് ചോദ്യം. അപ്പോൾ ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ സി എസ് ഡയാമീറ്റർ, എ സി ഡയാമീറ്ററായിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ബി വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. എന്തുകൊണ്ടാണ്? ബി 90 ഡിഗ്രിനേക്കാളും ചെറുതാണ്. ഓക്കെ, നമ്മൾ സർക്കിൾസ് ആൻഡ് റൈറ്റ് ആംഗിൾ എന്ന ഭാഗം പഠിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പ്രൂഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എ സി എന്ന് പറഞ്ഞ ഡയാമീറ്റർ ആണെങ്കിൽ ബി 90 ഡിഗ്രിനേക്കാളും താഴെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് സർക്കിളിന് പുറത്തായിരിക്കും. 90 ഡിഗ്രിയാണ് ആംഗിളെങ്കിൽ, അതായത് ഡയാമീറ്റർ എ സിയുടെ 2 അറ്റം ബി എന്ന് പറഞ്ഞ പോയിൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എ ബി സി. ആംഗിൾ എ ബി സി 70 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും ചെറുതാണ്. അപ്പോൾ ബി സർക്കിളിന് പുറത്താണ്. ഇനി എ ഡി സി, ആംഗിൾ എ ഡി സി 90 ഡിഗ്രിയാണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിൻ്റ് സർക്കിളിൽ കിടക്കുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ്? ആംഗിൾ എ ഡി സി 90 ഡിഗ്രി ആയതുകൊണ്ട്. ഇനി ആംഗിൾ എ ഇ സി 110 ഡിഗ്രിയാണ്. അത് 90 ഡിഗ്രിനേക്കാളും വലുതാണ്. ഓക്കെ, 90 ഡിഗ്രിനേക്കാളും വലുതാണെങ്കിൽ ആ പോയിൻ്റ് സർക്കിളിനുള്ളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇ വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ 90 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ സർക്കിളിന് പുറത്തായിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ സർക്കിളുമേ ആയിരിക്കും. 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ സർക്കിളിന് ഉള്ളിലായിരിക്കും. ഈ 70 ഡിഗ്രി, 90 ഡിഗ്രി, 110 ഡിഗ്രിയാണ് ഇവിടെ 3 ആംഗിളുകൾ വരുന്നത്. അപ്പോൾ ഈ ഡയാമീറ്ററിൻ്റെ 2 അറ്റം ഓരോ പോയിൻറ്റുമായി ഉണ്ടാക്കുന്ന ആംഗിളുകളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If circles are drawn with each side of a triangle of sides 5 cm, 12 cm and 13 cm as diameters, then with respect to each circle, where would be the third vertex? Question ഇതാണ്. 5, 12, 13 സെൻറ്റിമീറ്റർ സൈഡ്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും നമ്മൾ ഡയാമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, അതായത് 5 സെൻറ്റിമീറ്റർ ഡയാമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുക, 12 സെൻറ്റിമീറ്റർ ആ ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിൻ്റെ 5 സെൻറ്റിമീറ്ററുള്ള സൈഡ് ഡയമീറ്ററായിട്ടൊരു സർക്കിൾ വരയ്ക്കുക, 13 സെൻറ്റിമീറ്ററുള്ള സൈഡ് ഡയമീറ്റർ സർക്കിൾ വരയ്ക്കുക, 12 സെൻറ്റിമീറ്ററുള്ള സൈഡ് ഡയമീറ്ററായിട്ടൊരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുമ്പോൾ വേർ വുഡ് ബി ദ തേർഡ് വെർട്ടെക്സ്? മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെയായിരിക്കും? 5 സെൻറ്റിമീറ്ററായിട്ട് ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സ് അത് എവിടെയായിരിക്കും? സർക്കിളിന് വെളിയിലായിരിക്കുമോ അകത്തായിരിക്കുമോ? 12 സെൻറ്റിമീറ്റർ ഡയമീറ്ററായിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ 12 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന വെർട്ടെക്സ് മൂല അത് സർക്കിളിന് വെളിയിലായിരിക്കുമോ അത് ഉള്ളിലായിരിക്കുമോ അതിന് സർക്കിളിലായിരിക്കും? 13 സെൻറ്റിമീറ്ററും ഇതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം. ആൻസർ നമുക്കറിയാം. 5, 12, 13 എന്താണ്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 സംഖ്യയുടെ വർഗത്തിൻ്റെ തുക മൂന്നാമത്തെ സംഖ്യയുടെ വർഗമായിട്ടുള്ള സംഖ്യകളാണ്. അല്ലെങ്കിൽ 2 സംഖ്യയുടെ സ്ക്വയറിൻ്റെ സമ്മ് മൂന്നാമത്തെ സംഖ്യയുടെ സ്ക്വയറായിട്ട് വരുന്ന സംഖ്യകളാണ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. ഈ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിൻ്റെ പ്രത്യേകത, ആ 3 ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 സംഖ്യകളാണ്. ആ 3 സംഖ്യകൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകളായിരിക്കും. ഓക്കെ, അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 സംഖ്യകൾ എപ്പോഴും റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിരിക്കും. അവർ പൈതഗോറസ് തിയറം ഫോളോ ചെയ്യും. അപ്പോൾ 5, 12, 13 എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്.
ഇനി ഇതിൽ ഏറ്റവും നീളം കൂടിയ സൈഡ് 13 അപ്പോൾ 13 എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് വരിക. അപ്പോൾ 13 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 90 ഡിഗ്രി. ആംഗിൾ ഓപ്പോസിറ്റ് ടു അതർ 2 സൈഡ്സ് വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ 3 ആംഗിളും, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി വരണം. ഒരു ആംഗിൾ തന്നെ ഇപ്പോൾ 90 ഡിഗ്രി ആയി. അപ്പോൾ മറ്റേ 2 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം എന്ന് പറഞ്ഞാൽ ഓരോ ആംഗിളും 90 ഡിഗ്രിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 13 സെൻറ്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ, തേർഡ് വെർട്ടെക്സ് വിൽ ബി ഓൺ ദ സർക്കിൾ. അപ്പോൾ 13 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആ പോയിന്റ് സർക്കിളുമ്പോൾ കിടക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും. കാരണം ഡയാമീറ്ററിൻ്റെ 2 അറ്റം ഒരു പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് സർക്കിൾ കിടക്കുന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി മറ്റ് 2 ആംഗിളും 90 ഡിഗ്രിനേക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ 5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോഴും 12 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോഴും ഓപ്പോസിറ്റ് കിടക്കുന്ന പോയിന്റ്സ്, ഓപ്പോസിറ്റ് കിടക്കുന്ന കോർണർ, ആ വെർട്ടെക്സ് സർക്കിളിന് പുറത്തായിരിക്കും. 90 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ സർക്കിളിൻ്റെ പുറത്ത് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചു. എന്ത് 90 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ ഡയമീറ്ററിൻ്റെ 2 അറ്റം നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ ആ പോയിന്റ് സർക്കിളിന് പുറത്തായിരിക്കും. 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ ആ പോയിന്റ് സർക്കിളിന് അകത്തായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ഷോൺ ചെക്ക് വെദർ ദ അതർ 2 കോർണേഴ്സ് ആർ ഇൻസൈഡ്, ഓൺ ഓർ ഔട്ട്സൈഡ് വിത്ത് ദ ഡയഗണൽ ആസ് ഡയാമീറ്റർ. അപ്പോൾ നമുക്കൊരു ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട്. ആ ക്വാഡ്രിലേറ്ററലിൻ്റെ ഞാൻ പേര് കൊടുത്തതാണ് ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ക്വാഡ്രിലേറ്ററിൻ്റെ 3 ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു ആംഗിൾ 105, അതായത് ആംഗിൾ A 105, ആംഗിൾ D 55, ആംഗിൾ C 110, ആംഗിൾ B എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ചോദ്യം ഇതാണ്, ആ ക്വാഡ്രിലേറ്ററിൻ്റെ ഓരോ ഡയഗണൽ, അതിന് 2 ഡയഗണലാണുള്ളത്. ഡയഗണൽ AC ഉണ്ട്, ഡയഗണൽ BD ഉണ്ട്. ഡയഗണൽ BD വരച്ചത് കാണാം. ഡയഗണൽ BD നമ്മൾ ഡയഗണൽ BDയും ഡയഗണൽ ACയും ആ 2 ഡയഗണൽ ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ, അപ്പോൾ BD ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ Aയും Cയും സർക്കിളിന് പുറത്തായിരിക്കുമോ ഉള്ളിലായിരിക്കുമോ? AC എന്ന് പറയുന്ന ഡയഗണൽ ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ Bയും Dയും സർക്കിളിന് പുറത്തായിരിക്കുമോ ഉള്ളിലായിരിക്കുമോ? അതാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡയഗണൽ BD ഞാൻ ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ BD ജോയിൻ ചെയ്തു. ഇഫ് BD ഈസ് ഡയമീറ്റർ, BD ഡയമീറ്റർ ആണെങ്കിൽ ദെൻ A വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. A സർക്കിളിനുള്ളിലായിരിക്കും. എന്തുകൊണ്ടാണ്? ആ ഡയമീറ്ററിൻ്റെ 2 അറ്റം Bയും Dയും അത് A എന്ന് പറഞ്ഞൊരു പോയിന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 105 ഡിഗ്രി. അത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. 90 ഡിഗ്രിനേക്കാളും കൂടുതലായതുകൊണ്ട് ആ പോയിന്റ് സർക്കിളിനുള്ളിലായിരിക്കും. സിമിലർലി പോയിന്റ് C നോക്കുക. C BDയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ BCD. എങ്കിൽ BCD 110, അതും എന്താണ്? 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. 90 ഡിഗ്രിനേക്കാളും കൂടുതലായതുകൊണ്ട് BCD 90 ഡിഗ്രിനേക്കാളും കൂടുതലായതുകൊണ്ട് C എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിന് ഉള്ളിലായിരിക്കും. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ ഡയഗണൽ AC എന്ന് പറഞ്ഞ ഡയഗണലാണ്. AC എന്ന് പറഞ്ഞ ഡയഗണൽ വരയ്ക്കുമ്പോൾ Bയും Dയും ഉള്ളിലായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ജോയിൻ ACനെ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, നമ്മൾ AC ജോയിൻ ചെയ്തു. ദെൻ B വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ ബിക്കോസ് ആംഗിൾ ABC ഈക്വൽ ടു 50 ഡിഗ്രി വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ B എന്ന് പറഞ്ഞ ആംഗിൾ 55 ഡിഗ്രി ആയതുകൊണ്ട് AC ഡയഗണൽ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ AC എന്ന് പറഞ്ഞ ഡയഗണലാണ്, ഞാനത് വരച്ചിട്ടുണ്ട് റെഡ് കളറായിട്ട്. AC നമ്മൾ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുകയാണ്. Aയും C ആണ് ഡയമീറ്ററിൻ്റെ 2 അറ്റം Bയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് 55 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആ 55 ഡിഗ്രി 90 ഡിഗ്രിനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് B എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിന് പുറത്തായിരിക്കും. ഇനി ആംഗിൾ ADC എന്താണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടില്ല. ആംഗിൾ ADC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാഡ്രിലേറ്ററലിൻ്റെ ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. ഒരു ക്വാഡ്രിലേറ്ററലിൻ്റെ 4 ഇൻറ്റേർണൽ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ് വരേണ്ടത്. 3 ആംഗിൾ നമുക്കറിയാം. ആ 3 ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രിയിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കുമ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ADC 90 ഡിഗ്രിയാണ്. അപ്പോൾ AC ഡയമീറ്ററും ആംഗിൾ ADC 90 ഡിഗ്രിയാണ്. AC എന്ന് പറഞ്ഞ ഡയമീറ്ററിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് Dയുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ D എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിൽ കിടക്കുന്ന പോയിന്റ് ആയിരിക്കും. സോ ദ C വിൽ ബി ഓൺ ദ സർക്കിൾ ബിക്കോസ് ആംഗിൾ ADC ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ,
അപ്പോൾ ഇന്ന് ഇത്രയും പ്രോബ്ലംസാണ് ചെയ്യുന്നത്. ഇത് റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾസ് എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇതിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.